ഇത് നല്ല വെള്ളമാണോ? ഇന്ന് വരെ ലോഡ്ജിലെ വെള്ളം കുടിച്ച് ആരും ചത്തിട്ടില്ല. ആ, ഒരു കാര്യം മറന്നു. ആഹാ, അപ്പൊ ഇതാണ് ലോകപ്രശസ്തമായ ഉണ്ണിയപ്പം. നീ കഴിക്കണ്ട. വേണ്ട. ഒരു തമാശ പറഞ്ഞതല്ലേ. പൊളി. ഒന്നും പറയാനല്ല. യുവർ ഹസ്ബൻഡ് ഈസ് വെരി ലക്കി. രമേശ് ചേട്ടൻ ഇത് എന്നേ മടുത്തതാ. ഞാനിത് വീട്ടിലുണ്ടാക്കാറൊന്നുമില്ല. ഇതിപ്പോ നിന്നെ കാണാൻ വന്നോണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവും. ഈ പ്രകടിപ്പിക്കാത്ത ഇഷ്ടം ആക്ച്വലി ഒരു ടോർച്ചറിങ്ങാ. എടാ, ജീവിതം വളരെ ചെറുതാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും സമയം ഉണ്ടാവില്ല. അതിനിടയിലാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൂടെ ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് ഇറങ്ങിയാലോ? അത് ശരി. ഇത്ര ധൃതി പിടിച്ച് പോകാനാണോ ഈ റൂം എടുത്തത്? ഞാൻ പറഞ്ഞോ ഇവിടെ റൂം എടുക്കാൻ? എനിക്കേ എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. നമുക്ക് ഇറങ്ങിയാലോ? എന്താ വേണ്ട നിനക്ക്? പറ, നമുക്ക് ഓർഡർ ചെയ്യാം. വരുന്നവരെ നമുക്കിവിടെ സംസാരിക്കാമല്ലോ. ഇനി ഓർഡർ ചെയ്താലൊക്കെ എപ്പോൾ വരാനാ? ഒരുപാട് സമയം എടുക്കും. നമുക്ക് അവിടെ പോയി കഴിക്കാം. അപ്പൊ അവിടെ നിന്ന് സംസാരിക്കാമല്ലോ. സൗമ്യ, ഞാൻ ഇത്രയും കാലം നിന്നോടത് പറഞ്ഞിട്ടില്ല. സൗമ്യ, പ്ലീസ് സൗമ്യ, കുറച്ച് നാളിലുള്ള ആഗ്രഹമാണ്. നീ എന്തോടാ അരുണെ കാണിക്കുന്നത്? വിട്ടേ സൗമ്യ, പ്ലീസ്. അരുണെ, എന്നെ ഇനി തുടരുത്. എനിക്കത് ഇഷ്ടമല്ല. നീ ഈ ഉദ്ദേശം വെച്ചിട്ടാണോ എന്നോട് ഇത്ര നാൾ സംസാരിച്ചോണ്ടിരുന്നത്? സൗമ്യ, എനിക്ക് പോണം. സൗമ്യ, സൗമ്യ പ്ലീസ്, നീ ഇങ്ങനെ ഇറങ്ങി പോരുത് പ്ലീസ്. നമുക്ക് സംസാരിക്കാം. നീ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അരുണെ. എനിക്ക് പോണം. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരു സെക്കൻഡ് കൈവിട്ടു പോയി. ഞാൻ നിന്നോട് സംസാരിച്ചതും കൊണ്ടുവന്നൊക്കെ ഇതിനായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കരുത് പ്ലീസ്. എന്നെ മനസ്സിലാക്കിയത് ഞാൻ കരുതിയിരുന്ന ഒരാളാണ് നീ. എടോ, ഞാൻ സോറി. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിക്കുക. പറ്റിപ്പോയി. നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടൂല. ഒന്ന് മനസ്സിലാക്കടോ. എന്ത് രസമായിട്ട് അരുണെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? എനിക്ക് സംസാരിക്കണം. എന്തെങ്കിലും ഞാൻ കുടിക്കാൻ മേടിച്ചിട്ട് വരാം. 2 മിനിറ്റ്. ഇവിടെ താഴെ സർബത്ത് കിട്ടുന്ന കടയുണ്ട്. ഇപ്പൊ വരാം. സംസാരിക്കാതെ പോവല്ലേ പ്ലീസ്. വേണ്ട വേണ്ട, എനിക്ക് പോണം അരുണേ. ഞാൻ പെട്ടെന്ന് വരാം. 1 മിനിറ്റ്, പെട്ടെന്ന് വരാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം പ്ലീസ്. ഓക്കെ? അതെനിക്കറിയാളിയാ. പക്ഷെ അളിയാ,
ഇന്ന് ഞാൻ ഓഫീസിൽ എത്തി തിരക്കിലാണ്. നിനക്ക് മോളെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? അതൊന്ന് വെച്ചേ. ആണോ? ആ ശരി. നീ ഇവിടെ പുറത്താ? ആ ഞാൻ സാധനം വാങ്ങിക്കാൻ. ആ ശരി. അധികം വേണ്ടേ? ആ കഴിഞ്ഞു പോവാ. ആ ശരി ശരി. ചേട്ടാ, അരുൺ വരുമ്പോ ഞാൻ ഇറങ്ങിയെന്നൊന്ന് പറഞ്ഞേക്കാമോ? ഏതരുൺ? ഇവിടെ വന്ന റൂം എടുത്തില്ലേ എന്റെ കൂടെ ഉണ്ടായിരുന്നത്? ചേട്ടനോട് രാവിലെ സംസാരിച്ചല്ലോ. അല്ല, ഇപ്പൊ എന്താ വിഷയം? അല്ല, അവൻ പുറത്തേക്ക് പോയി, വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് പോണം. അപ്പൊ അവൻ വരുമ്പോ പറഞ്ഞാ മതി ഞാൻ ഇറങ്ങിയെന്ന്. അതിപ്പോ എങ്ങനെ ശരിയാവും വെച്ചേ? ആദ്യം അവൻ പോകും, ഇപ്പൊ നീയും പോകും. അല്ല, ഇതിന്റെ പൈസ ആര് തരും? അത് അരുൺ വന്നിട്ട് തരും ചേട്ടാ. എങ്കിൽ അരുൺ വരട്ടെ, എന്നിട്ട് കൊച്ചിന് പോവാ. എത്ര രൂപ ചേട്ടാ? റേറ്റ് വളരെ കുറവാ, 2000 രൂപയേ ഉള്ളൂ. എത്ര? അതെ, 2500. ഇതിപ്പോ ഒരുപാട് സമയം എടുത്തില്ലല്ലോ, 2000 മതി. ചേട്ടാ, ഇത് 800 രൂപയുണ്ട്. ചേട്ടൻ വേണമെങ്കിൽ എന്റെ ഫോൺ നമ്പർ എടുത്തു വെച്ചോ. അഥവാ അരുൺ വന്നില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ബാക്കി പൈസ ഞാനിവിടെ എത്തിച്ചോളാം. എൻ്റെ പൊന്നു കൊച്ചേ, ഒന്നും വിചാരിക്കരുത്. ഞാൻ ഈ പ്രസ്ഥാനം നടത്തുന്നത് പൈസയ്ക്ക് വേണ്ടിയാ. പൈസ കിട്ടിയാലേ എൻ്റെ കുട്ടികൾ കഞ്ഞി കുടിക്കാൻ പറ്റൂ. തരുന്നെങ്കിൽ മൊത്തത്തിൽ തരണം. പൊട്ടും പൊടി ഇവിടെ പറ്റൂല. എൻ്റെ ഇപ്പൊ ഇത്രേ ഉള്ളു. അത് ഈ പടി കയറുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു. അല്ല പിന്നെ എടേ, സാധനം എടുക്കാൻ മറക്കല്ലേ. ഓ, നിന്നെയൊക്കെ നോക്കിയിരിക്കായിരുന്നു. തന്നെ നമ്മളെ സമയത്ത് എത്തൂലേ? അണ്ണാ, ഇത് പണിയൊന്നുമില്ല. 2:30 അടിക്കാൻ വല്ല നടക്കൂ. രാവിലെ അടിച്ച് തുടങ്ങാൻ തന്നെയല്ലേ? പിന്നെ അല്ല, വള്ളം കളി റൂമുണ്ടാ? നിനക്കൊക്കെ റൂം വന്നില്ല, പിന്നെ ഞാൻ എന്തിനാ നടത്തുന്നത്? മനുഷ്യന് കൂച്ചാൻ പറ്റുന്ന സാധനം തന്നെ കൊണ്ടുവന്നത്. നമ്മളത്ര വിശ്വാസമില്ലേ? വരി അണ്ണാ, എന്ന് അടിച്ച് എന്റെ ദൈവമേ,
ഹലോ ഹലോ ആ പറ. രമേശ് ചേട്ടാ, എനിക്കൊരു 2000 രൂപയൊന്ന് അയച്ചു തരുമോ? എന്ത് പറ്റി? ഞാൻ പറയാം രമേശ് ചേട്ടാ, അത്യാവശ്യമായിരുന്നു. പെട്ടെന്ന് എനിക്കൊന്ന് ഗൂഗിൾ പേ ചെയ്ത് തരുമോ? നീ കാര്യം എന്താണെന്ന് പറ. അല്ല, എന്താ ഇപ്പൊ പെട്ടെന്ന് കാശിന് ആവശ്യം? ഹലോ, ഒന്നെങ്കിൽ രമേശ് ചേട്ടൻ എനിക്ക് കാശ് അയച്ചു തരണം, അല്ലെങ്കിൽ ഒന്ന് ഇവിടെ വരെ വന്ന് എന്നെ കൊണ്ടുപോകണം. നീ ഇപ്പൊ എവിടെ? ഞാനിവിടെ ചാലക്കകത്തുള്ള അപ്സര ലോഡ്ജിലെ 20-ാം നമ്പർ റൂമിൽ. നീ എന്താ അവിടെ? ഞാൻ പറയാം രമേശ് ചേട്ടാ, ഒന്ന് വേഗം വരുമോ?